ഹരി ഓം നമസ്തേ. ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മണ്ണടി ക്ഷേത്രത്തിലാണ്. ഏനാത്ത് കഴിഞ്ഞിട്ട് ഉള്ള ആ ക്ഷേത്രത്തിൽ എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. ഇവിടെ പുരാതനമായിട്ടുള്ള ആ മേളത്തെ ദേവി ഭദ്രകാളി നടയിലാണ് ഞങ്ങളിപ്പം. അകത്തേക്കൊന്നും കയറാൻ അനുവാദമില്ലാത്തത് നിങ്ങൾക്ക് ഇവിടെയുള്ള ആ വ്യൂസൊക്കെ മാത്രം ഞാനിടുന്നു. ഭയങ്കര പ്രകൃതി ഭംഗിയാണ് ഇവിടെ കാണാൻ. നിങ്ങളെല്ലാം എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നു. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മണ്ണടി, ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മണ്ണടി ഇവിടെ അതിൻ്റെ മുകളിൽ ഒരു കാവുണ്ട്. ആദ്യം കയറി വരുമ്പോൾ മുകളിലായിട്ടുള്ളത് അത് പഴയ കാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അങ്കണം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. നമ്മളെ ഈ ദൃശ്യങ്ങൾ നമുക്ക് വളരെ ഇത്രയധികം മേന്മയുള്ള ക്ഷേത്രങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതൊക്കെ നമുക്ക് കാണാനും ഒക്കെയുള്ളൊരു ഭാഗ്യം പത്തനംതിട്ടക്കാർക്ക് പ്രത്യേകമാണ്. നമ്മുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഈ ക്ഷേത്രങ്ങളുടെ ഓരോ പൗരാണികത്വം നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. കാരണം അമ്മയുടെ ഞാനിപ്പോൾ കിഴക്കേ നടയിലോട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ ആൽത്തറയുണ്ട്. ആൽത്തറയിൽ നിന്നും നിങ്ങളിങ്ങനെ ഞാനിങ്ങോട്ട് നടക്കുന്നു. ദേവസ്വം സ്റ്റാൾ പഴയ ഇനിയിപ്പോൾ ഞാൻ എത്തുന്നത് താഴത്തെ നടയിലേക്കാണ്. വനദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ. അതും അകത്തെ ഒന്നും വ്യൂകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. മറ്റുള്ളതൊക്കെ മാത്രമേ നമുക്ക് എടുക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ ഒരു വലിയ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ താഴത്തെ ആ ക്ഷേത്രത്തിൽ മണ്ണടി ദേവി ക്ഷേത്രം, അവിടെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ ഇത് മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ ദേവീക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കകത്തേക്ക് വീഡിയോ പ്രവേശനമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ആ അമ്മയുടെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് ഞാൻ പകർത്തി തരുന്നു. ഇവിടെ ദേവസ്വം സ്റ്റാളാണ്. അമ്മയുടെ ശ്രീകോവിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ്. മേൽക്കൂരയില്ലാതെയുള്ള ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പൂന്തോട്ടം സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെയാണ് ഇവിടെ കാവ്. ഈ പൂക്കളൊക്കെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വേണ്ടി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കാവിൻ്റെ ദൃശ്യങ്ങളാണ്. ഇനി താഴെ ഞാനൊരു ഭൂതത്താൻ വലിയച്ഛൻ്റെ നടയുണ്ട്. അങ്ങോട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നത്. വടക്ക് കിഴക്കായിട്ട് രക്ഷസ് അപ്പൂപ്പനും ഈ തെങ്ങേവശം ഭൂതത്താൻ വലിയച്ഛനും കുടികൊള്ളുന്നുണ്ട്. ഇവിടെ വെള്ളിയാഴ്ച ദിവസം അന്നദാനമുണ്ട് ഉച്ചയ്ക്ക്. ഇവിടെ ഉച്ചബലി എന്നാണ് ഇവിടുത്തെ പൂജയ്ക്ക് പറയുന്നത്. ആ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ അന്നദാന പ്രസാദം ഭക്തരെല്ലാം കഴിച്ച് ഭാഗ്യം ഉള്ളവരായി തിരികെ പോകുന്നു. ഞങ്ങൾ ഇന്ന് അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇവിടുത്തെ ഉച്ചപൂജ കണ്ടു തൊഴുത് അമ്മയുടെ ദാനപ്രസാദവും വാങ്ങി കഴിച്ചിട്ട് പോകാമെന്നാണ്
ഞങ്ങൾ കരുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ദൃശ്യം പകർത്താനാണ് ഞാനിന്ന് ഇത്രയും ദൂരത്തു നിന്ന് ഓടി വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിലെ ചിരപുരാതനവും ചരിത്ര പ്രസിദ്ധവുമാണ് ഈ പഴയകാവ് മണലിക്കാവിലമ്മ. അവിടുത്തെ ആ ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരെയും ഞാൻ കാണിച്ചു തരുന്നു. ഇവിടെ വെച്ചാണ് ഇവിടുത്തെ അന്നദാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ പോകുന്നത് താഴെ ഒരു ക്ഷേത്രമുണ്ട്, അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം. അവിടെ കൂടെ നിങ്ങളെ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കാം. പൊന്നിൻ തൃക്കൊടി ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. അവിടെ തെക്ക് അകത്തായിട്ട് ഗണപതി ഭഗവാന്റെ ആ ക്ഷേത്രവും വശത്ത് ഭദ്രകാളി നടയുമാണ്. ഇവിടെയാണ് അമ്മയുടെ തിരുമുടി സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആ തിരുമുടി വർഷത്തിലൊരിക്കലേ തുറന്നെടുക്കാറുള്ളൂ. ആ അമ്മയുടെ ആ പരിപാവനമായ ക്ഷേത്രങ്ങളിൽ ഈ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത്രയും മാത്രം പകർത്താനേ സാധിക്കുകയുള്ളൂ. അകത്തേക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും കാണാം ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യവും. കുറേ പേർക്കൊക്കെ ഈ ചരിത്രങ്ങൾ നല്ലപോലെ ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രം കൂടിയാണ്. കാരണം എൻ്റെ ഭർത്താവിൻ്റെ അമ്പോറ്റി അച്ഛൻ ഇവിടുത്തുകാരനായിരുന്നു, പഴയയില്ലത്തെന്ന് പറയുന്നത്. അദ്ദേഹം പോലീസിൽ അന്ന് വാഴ്ചയായിരുന്ന കാലത്ത് പോലീസിൽ ജോലി രാജാവ് കൊടുത്തു. വളരെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ അമ്മയുടെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം കേസ് തെളിയിച്ചു കൊണ്ടിരുന്നത്. അമ്മയെ വിളിച്ച് ആ അമ്മയെ നിന്ന് ഓർത്ത് കഴിയുമ്പോൾ തന്നെ ഏത് മോഷണ കള്ളന്മാരും പുള്ളിയുടെ എടുത്തുകൊണ്ടുപോയ സാധനങ്ങൾ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിക്കും. അങ്ങനെ വളരെ വിശിഷ്ടമായിട്ടുള്ള അമ്മയുടെ ആ ഒരു ശക്തി ഞങ്ങൾക്ക് അന്ന് മുതലേ കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ആ ശക്തി വിശേഷം നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ആ അമ്പോറ്റച്ഛൻ്റെ മുന്നിൽ ആ കള്ളന്മാരെടുത്തു വെച്ച മുഴുവൻ തൊണ്ടി മുതലും കൊണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് പിന്നീട് അദ്ദേഹത്തിന് കോഴിയെ വരെ അന്നത്തെ കാലത്ത് എങ്കിലേ ആ ശക്തി ഒന്ന് കുറഞ്ഞു കിട്ടുകയുള്ളായിരുന്നു. അങ്ങനെ വളരെ ശക്തിയായിട്ട് നിന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പലപ്പോഴും ഒന്ന് വന്ന് തൊഴേണ്ട ഒരു ചുമതല ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടേക്ക് മാസത്തിലൊരിക്കൽ എങ്കിലും ഒന്നെത്തും. ഞങ്ങൾ അമ്മയെ കണ്ടു വണങ്ങും. എങ്കിലേ നമ്മുടെ കുടുംബക്ഷേത്രം അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും കുടുംബക്ഷേത്രം എപ്പോഴും കുടുംബക്ഷേത്രം തന്നെയാണ്. നമ്മളവിടെ വന്ന് തൊഴുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും